ഫ്രണ്ട്സ്, എൻ്റെ പേര് ശില്പ. ഞാൻ സി എ ഫൈനൽ സ്റ്റുഡൻ്റ് ആണ്. ഇതിനു മുന്നേ ചിലരെങ്കിലും ആസ് എ സി എ സ്റ്റുഡൻറ്റ് മൈ ലൈഫ് എന്ന എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കണം. എൻ്റെ ഒരു സി എ ജേർണീനെ കുറിച്ചാണ് ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും മെൻഷൻ ചെയ്യുന്നതാണ്, അത് കാണാം. ബട്ട് ആ വീഡിയോയിൽ ഞാൻ ജോയിൻ ചെയ്ത ടൈമിലുള്ള സി എ കോഴ്സ് ഡീറ്റെയിൽസും ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആയിരുന്നു മെൻഷൻ ചെയ്തത്. അത് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു സി എ കോഴ്സിനെ കുറിച്ച് സെപ്പറേറ്റ്ലി ഒരു എലാബറേറ്റീവ് വീഡിയോ ചെയ്താൽ അതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുക എന്ന്. അപ്പോൾ ഞാനൊരു കംപ്ലീറ്റ് സി എ കോഴ്സ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് സി എക്ക് ജോയിൻ ചെയ്യുന്നത് മുതൽ CICയുടെ മെമ്പർ ആകുന്നത് വരെയുള്ള കോഴ്സ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ ഏതൊക്കെ ലെവൽ എക്സാംസിലൂടെയാണ് കടന്നു പോകുന്നത് ആൻഡ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കോച്ചിങ് ക്ലാസ്സസ് ആൻഡ് അതിൻ്റെ ഫീസ്, മാർക്ക് വാല്യൂഷൻസ്, ICയുടെ വാല്യൂഷൻസ് ഞാൻ 2-3 മാർക്ക് ഷീറ്റൊക്കെ എക്സാമ്പിളായിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാല്യൂഷനെ കുറിച്ചൊക്കെ മനസ്സിലാവും. ആൻഡ് അതിൻ്റെ ഇടയിൽ ICI കണ്ടക്ട് ചെയ്യുന്ന സ്മോൾ കോഴ്സസ് ഒക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ഫീസസ്, അങ്ങനെ കംപ്ലീറ്റ് സി എ കോഴ്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് സി എ ആയതിനു ശേഷം സി എക്കാരെ നോർമലി എല്ലാവരും ഓഡിറ്റേഴ്സ് എന്നാണ് വിളിച്ചു വരുന്നത്. അപ്പം ഓഡിറ്റിംഗ് എന്ന പർട്ടിക്കുലർ ഏരിയ മാത്രമല്ല സി എ ആയതിനു ശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം സി എ ആയതിനു ശേഷം ഒരു സി എക്കാര് എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു ബ്രീഫ് ഐഡിയ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഞാനിപ്പം സി എ ആയിട്ടില്ല. അപ്പം സി എ ആയിട്ടില്ലെങ്കിലും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്ന സം സ്റ്റഡി ടിപ്സ് ഞാൻ സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആൻഡ് അങ്ങനെ കംപ്ലീറ്റ് സി എ കോഴ്സ് ഡീറ്റെയിൽഡ് വീഡിയോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണാം. നമുക്ക് അതിൽ തന്നെ സി എ കോഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതായത് സി എ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ICAI ആണ്, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ICAI എന്ന് പറയുന്നത് പാർലമെന്റ് നിയമപ്രകാരം സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊഫഷണൽ ബോഡിയാണ് ICAI. അപ്പം നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോച്ചിങ് ആവശ്യമാണ്. അപ്പം കോച്ചിങ് ഇല്ലാണ്ട് സെൽഫ് സ്റ്റഡിയും പോസിബിൾ ആണ്. ഓക്കെ, നമുക്ക് ഈ കോച്ചിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ള സ്റ്റുഡൻസിന് ICAIയുടെ ക്ലാസ് ആണ് കംഫർട്ട് എന്നുണ്ടെങ്കിൽ ICAI ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ICAIയുടെ ക്ലാസ് കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് അവിടെ ഫീസ് കൊടുത്ത് അവിടെ തന്നെ കോച്ചിങ് എടുക്കാം. അല്ലാത്തവർക്ക് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ലക്ഷ്യ, ലോജിക്ക്, ഇപ്പോൾ കാലിക്കറ്റിലാണെങ്കിൽ GCA, ആസ്പെർ എന്ന് പറഞ്ഞിട്ട് കുറേ ഇപ്പം CA ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി വരുന്നുണ്ട്. അപ്പം പ്രൈവറ്റ് ആയിട്ട് ക്ലാസ് എടുക്കാം. ആൻഡ് ഇതൊരു കോളേജ് ബേസ്ഡ് എന്താ പറയുക കോഴ്സ് അല്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. പ്രൈവറ്റ് അല്ലെങ്കിൽ ICAIൻ്റെ തന്നെ ആയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അത് ഓരോ സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്ലാസ്സസ് എടുക്കുന്നത്. സ്റ്റുഡൻസ് വേണമെങ്കിൽ സെൽഫായിട്ട് പഠിക്കാം, ICAIയുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോവാം. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ICAIനെക്കാട്ടും കുറച്ചുകൂടി ഫീസൊക്കെ ഹയർ ആയിരിക്കും. ഇപ്പം നമുക്കറിയാം യൂട്യൂബ് ക്ലാസ്സസ് ഉണ്ട്, പെൻഡ്രൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പം സെൽഫ് സ്റ്റഡി പഠിക്കുന്നവർ നല്ല കാലിബറുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ സെൽഫ് സ്റ്റഡി പോസിബിൾ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ICAIനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ www.ica.org എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഇപ്പോൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് സി എക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ICAIയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് മെറ്റീരിയൽസും കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം അവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് റെഫർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നമ്മൾക്കിപ്പോൾ CAൻ്റെ ലെവൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 ലെവൽ എക്സാംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഫൗണ്ടേഷൻ ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ ആൻഡ് ഫൈനൽ ലെവൽ. ഇന്റർമീഡിയറ്റും ഫൈനലിനും ഇടയിൽ വരുന്നതാണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് പീരീഡിനാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് +2 കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടും CAക്ക് ജോയിൻ ചെയ്യാം. +2 കഴിഞ്ഞിട്ടാണെങ്കിൽ +2 പാസ് എന്ന് മാത്രമാണ് നമ്മുടെ ക്രൈറ്റീരിയ വരുന്നത്. അതായത് നിങ്ങൾക്ക് സയൻസ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, കോമേഴ്സ് ആവാം, ഏതാണെങ്കിലും നിങ്ങളെടുത്ത സ്ട്രീം ഏതാണെങ്കിലും നിങ്ങൾ +2 പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് CAക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ആൻഡ് ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ BCom ആണെങ്കിൽ 55% പാസിംഗ് മാർക്ക് വേണം. വേറെ ഏതെങ്കിലും കോഴ്സ് ആണെങ്കിൽ 60% നിങ്ങൾക്ക് പാസിംഗ് മാർക്ക് വേണം. ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് CAക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പം +2 കഴിഞ്ഞിട്ടാണ് നിങ്ങൾ CAക്ക് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ റൂട്ടാണ് പോകുന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എൻട്രി സ്കീം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് +2 കഴിഞ്ഞിട്ട് CAക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ കാര്യം ആദ്യം തന്നെ നോക്കാം. ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളുടെ കാര്യം ഞാൻ കവർ ചെയ്യുന്നതാണ്. ആദ്യം തന്നെ +2 കഴിഞ്ഞിട്ട് CAക്ക് ജോയിൻ ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത്. +2 കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഫൗണ്ടേഷൻ ലെവലിന് എക്സാമിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരാം. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ലെവൽ എന്ന് പറയുന്നത് 6 മന്ത് കോച്ചിങ് ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ
രജിസ്ട്രേഷൻ ഫീസ് 9,800 വരുന്നുണ്ട്. ആൻഡ് കോച്ചിങ് ക്ലാസ്സിന്റെ ഫീസ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ICAയുടെ ക്ലാസ് ആണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറവായിരിക്കും. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇപ്പോൾ മാക്സിമം 30,000 പ്ലസ് GST എന്ന ഫീസാണ് കാണുന്നത്. അപ്പോൾ 9,800 പ്ലസ് 30,000 പ്ലസ് GST വരുന്നുണ്ട്. ഫീസിന്റെ കാര്യം ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫീസ് സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരുന്നതാണ് ഓരോ ലെവലിന്റെയും. അപ്പം ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾ 6 മന്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നോർമലി നമ്മളെ എല്ലാ ലെവൽ എക്സാംസും CAന്റെ ഓരോ ലെവൽ എക്സാംസും ഇയർലി 2 രണ്ടെണ്ണമാണ് നടക്കുന്നത്. മെയ് നവംബറിലായിരിക്കും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനിയിപ്പം ഇപ്പൊ കൊറോണ ടൈംസ് ഒക്കെ ആയതുകൊണ്ട് മന്ത്സ് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ നോർമലി മെയ് നവംബറിലാണ് എക്സാം വരുന്നത്. നമ്മൾ 6 മാസത്തെ ഇപ്പോൾ ഫൗണ്ടേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 6 മാസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വരുന്ന മെയ് അല്ലെങ്കിൽ നവംബറിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇനി ഫൗണ്ടേഷനിൽ 4 പേപ്പറാണ് വരുന്നത്. 4 പേപ്പറിൽ 2 എണ്ണം തിയററ്റിക്കലാണ്, നിങ്ങൾ എഴുതി പാസ്സാവേണ്ടതാണ്. 2 എണ്ണം ഒബ്ജക്റ്റീവ് ആണ്, അതായത് MCQ ബേസ്ഡ്. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. ഫൗണ്ടേഷൻ ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ 4 സബ്ജക്റ്റാണ് പഠിച്ച് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓരോ എക്സാമിന് നിങ്ങൾക്ക് 3 മണിക്കൂർ ടൈമാണുള്ളത്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ബുക്ക്ലെറ്റുമാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ തരുന്നത്. ആൻഡ് ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. രണ്ടാമത്തെ പേപ്പർ എന്ന് പറഞ്ഞാൽ ബിസിനസ് ലോസ് ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ രണ്ടാമത്തെ പേപ്പറിൽ ബിസിനസ് ലോസിന് 60 മാർക്സ് വെയിറ്റേജും ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് റിപ്പോർട്ടിങ്ങിന് 40 മാർക്സ് വെയിറ്റേജുമാണുള്ളത്. അതിന് മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് ലോജിക്കൽ റീസണിങ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൽ ബിസിനസ് മാത്തമാറ്റിക്സിന് 40 മാർക്സ് വെയിറ്റേജും ലോജിക്കൽ റീസണിങ്ങിന് 20 മാർക്സ് വെയിറ്റേജും സ്റ്റാറ്റിസ്റ്റിക്സിന് 40 മാർക്സ് വെയിറ്റേജുമാണ്. അതിന് നാലാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ബിസിനസ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ് കൊമേഴ്ഷ്യൽ നോളജ്. ഇതും 100 മാർക്കിൻ്റെ പേപ്പറാണ്. പക്ഷേ ഇതിൽ വെയിറ്റേജ് വരുന്നത് ബിസിനസ് എക്കണോമിക്സിന് 60 മാർക്സ് വെയിറ്റേജ് വരുന്നുണ്ട്, ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജിന് 40 മാർക്സ് വെയിറ്റേജ് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ലെവലിൽ എത്ര പേപ്പേഴ്സ് ഉണ്ട്, അതിൻ്റെ മാർക്കിങ് ആൻഡ് അതിൻ്റെ ടൈമിംഗ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതിൽ 1-2 പേപ്പേഴ്സ് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എഴുതി ഉണ്ടാക്കേണ്ട എക്സാം ആണ്. ആൻഡ് 3 and 4 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, MCQ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. നിങ്ങൾക്ക് OMR ഷീറ്റ് ഉണ്ടാവും, നിങ്ങൾ ബബിൾ ചെയ്യണമെന്നുണ്ട് പെൻസിൽ യൂസ് ചെയ്തിട്ട്, അങ്ങനെയാണ് ഉണ്ടാവുക. അതിന് 3 and 4 പേപ്പേഴ്സിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓരോ തെറ്റുത്തരത്തിനും 0.25 മാർക്കിംഗ് ലൂസ് ആവും, നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഓരോ പേപ്പറിനും 40% മാർക്കിങ്ങും അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 50% മാർക്കും വേണം, എന്നാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 40 മാർക്ക് എല്ലാ പേപ്പറിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ 160 വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫെയിൽ ആവും. കാരണം 400-ലാണ് മാർക്ക് ഇടുന്നത്. 4 പേപ്പർ 400, 100 മാർക്ക് ഈച്ചുള്ള. അപ്പോൾ 400-ലാണ് മാർക്ക് ഇടുന്നത്. 50% പറഞ്ഞാൽ 200 മാർക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ പാസ്സാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേപ്പറിൽ 39 ബാക്കിയുള്ള പേപ്പറിൽ നല്ല മാർക്ക് ഉണ്ട്, നിങ്ങൾ ടോട്ടൽ ചെയ്യുമ്പോൾ 250 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവും. ബിക്കോസ് നിങ്ങൾ ഒരു പേപ്പറിൽ പൊട്ടി. നിങ്ങൾക്ക് 1 മാർക്കിനാണ് ലൂസ് ആവുക. 1 മാർക്കിൽ പോകുന്ന പ്രാക്ടിക്കലായിട്ട് പോകുന്ന ലൈഫ് എക്സ്പീരിയൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. നമുക്ക് ICA അങ്ങനെ മാർക്ക് ചുമ്മാ തരത്തില്ല, നമ്മളോട് ദയൊന്നും തോന്നിയിട്ട് തരത്തൊന്നുമില്ല. അപ്പം അന്ന് ഒരു മാർക്ക് പോയാലും നമ്മൾ ഫെയിൽ ആവും. അപ്പോൾ നമ്മളിപ്പോൾ ഫെയിൽ ആയെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം എഴുതുമ്പോൾ നിങ്ങൾ പാസ്സാവാത്ത പേപ്പർ മാത്രമല്ല എഴുതേണ്ടത്, നിങ്ങൾ പാസ്സായ പേപ്പേഴ്സും എഴുതണം. കംപ്ലീറ്റ് പേപ്പേഴ്സ് നിങ്ങൾ വീണ്ടും എഴുതണം. അതാണ് CA കോഴ്സ് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നൊക്കെ ചിലർ പറയാനുള്ള കാരണം. നമ്മൾ ഒരു പൊട്ടിയ പേപ്പർ മാത്രമല്ല വീണ്ടും എഴുതുന്നത്, പാസ്സായ പേപ്പേഴ്സും വീണ്ടും എഴുതേണ്ട സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ഫൗണ്ടേഷൻ ലെവൽ എക്സാം പാസ്സായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഷീറ്റാണിത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഓരോ പേപ്പറിലും 40+ മാർക്സ് ഉണ്ട്. ഈ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 200+ മാർക്കുണ്ട്. അതുകൊണ്ട് ആ കുട്ടി പാസ്സായി. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കുട്ടിക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ 39 ആണ് കിട്ടിയതെങ്കിൽ ആ കുട്ടി നെക്സ്റ്റ് അറ്റംപ്റ്റ് എഴുതുമ്പം എല്ലാ പേപ്പറും എഴുതേണ്ടി വന്നേനെ. മീൻസ് 200+ മാർക്സ് ഉണ്ടെങ്കിലും ബാക്കി എല്ലാ സബ്ജക്റ്റിലും ഇൻഡിവിജ്വൽ പാസ്സായിട്ടുണ്ടെങ്കിലും ഒരു സബ്ജക്റ്റ് ഫെയിലായ എന്നൊരൊറ്റ റീസൺ കൊണ്ട് ആ കുട്ടിക്ക് വീണ്ടും എല്ലാ എക്സാമും എഴുതേണ്ടി വരും. ഇതാണ് ഫൗണ്ടേഷൻ ലെവലിൻ്റെ എക്സാമിനെ കുറിച്ചിട്ടും പറയാനുള്ളത്. ഇനി ഫൗണ്ടേഷൻ ലെവൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇന്റർമീഡിയറ്റ് ലെവൽ. ഞാൻ ഇപ്പോൾ പറയുന്നതൊക്കെ +2 കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ റൂട്ടിൽ വരുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ്. ഡയറക്റ്റ് എൻട്രിക്കാരുടെ കാര്യം ഞാൻ പിന്നെ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫൗണ്ടേഷൻ ലെവൽ ക്ലിയർ ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഇന്റർമീഡിയറ്റ് ലെവലാണ്.
ഇൻ്റർമീഡിയറ്റ് ലെവലിൽ 8 പേപ്പേഴ്സാണുള്ളത്. 2 ഗ്രൂപ്പായിട്ടാണുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ ഗ്രൂപ്പായിട്ട് എഴുതാം, അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് അറ്റ് എ ടൈം എഴുതാം. ഓക്കെ, ഓരോ എക്സാമിന് 3 മണിക്കൂർ തന്നെയാണ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. ആൻഡ് പേപ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് 1 4 പേപ്പറാണുള്ളത്. അക്കൗണ്ടിംഗ് ആണ് ഫസ്റ്റ് പേപ്പർ, ആൻഡ് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് ആണ് സെക്കൻഡ് പേപ്പർ. അതിൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ലോ, അതായത് കമ്പനി ലോസിന് 60 മാർക്സ് വെയിറ്റേജും അതർ ലോസിന് 40 മാർക്സ് വെയിറ്റേജും ആണുള്ളത്. ആൻഡ് മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്. ആൻഡ് നാലാമത്തെ പേപ്പർ ടാക്സേഷൻ ആണ്. അതിൽ ഇൻകം ടാക്സും വരുന്നുണ്ട്, ഇൻഡയറക്ട് ടാക്സ് GST വരുന്നുണ്ട്. ഇൻകം ടാക്സിന് 60% വെയിറ്റേജും ഇൻഡയറക്ട് ടാക്സിന് 40% വെയിറ്റേജും ആണുള്ളത്. ഈ 4 പേപ്പേഴ്സാണ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഉള്ളത്. ഇനി സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിംഗ് ആണ് 5ാമത്തെ പേപ്പർ വരുന്നത്. ആൻഡ് 6ാമത്തെ പേപ്പർ ഓഡിറ്റിംഗ് ആൻഡ് അഷ്യൂറൻസ്. 7ാമത്തെ പേപ്പർ എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. അതിൽ എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് 50%, രണ്ടിനും ഈക്വലായിട്ട് വെയിറ്റേജാണ് വരുന്നത്. എൻ്റർപ്രൈസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന് 50% മാർക്ക് വെയിറ്റേജും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിന് 50% മാർക്സ് വെയിറ്റേജും വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് പേപ്പർ 8th പേപ്പർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് എക്കണോമിക്സ് ഫോർ ഫിനാൻസ് ആണ്. ഇതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിന് 60 മാർക്സ് വെയിറ്റേജും എക്കണോമിക്സ് ഫോർ ഫിനാൻസിന് 40 മാർക്സ് വെയിറ്റേജും ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻ്റർമീഡിയറ്റിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അതിൽ 8 പേപ്പേഴ്സിൽ നമുക്ക് ഫൗണ്ടേഷൻ ലെവൽ പോലെയല്ല ഇൻ്റർണൽ എക്സാംസ് വരുന്നത്. വാല്യൂഷനൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഫസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ ഇൻ്റർണൽ 2 ഗ്രൂപ്പായിട്ടുള്ള ഫസ്റ്റ് ഗ്രൂപ്പിൽ 2 പേപ്പേഴ്സിന് 30 മാർക്സ് വെയിറ്റേജിൽ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ ലോയ്ക്കും ടാക്സിനും 30 മാർക്സ് വെയിറ്റേജിൽ MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഓഡിറ്റിങ്ങിനും ITSM അല്ല, ഇപ്പം EIS ആൻഡ് SM എന്നാണ് അറിയുന്നത്, ആ പേപ്പറിനും 30% വെയിറ്റേജിൽ MCQ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ആൻഡ് ഫൗണ്ടേഷൻ ഉള്ള പോലെ നമുക്കിവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് അവിടെ 30% മാർക്കിന് മാത്രമാണ് MCQ ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഇന്ററിന്റെ ഫീസ് സ്ട്രക്ചർ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ററിന്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത് 18,000 രജിസ്ട്രേഷൻ ഫീസും പിന്നെ കോച്ചിങ് ക്ലാസ് നിങ്ങൾ ICIന്റെ ആണോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ഇപ്പോൾ പ്രൈവറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 40,000 പ്ലസ് GST ആണ് അവർ ഈടാക്കുന്നത്. ആൻഡ് നമുക്ക് വീണ്ടും മാർക്കിങ്ങിലോട്ട് വരാം. ഇന്റർമീഡിയറ്റിന്റെ ഫൗണ്ടേഷനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള വാല്യൂഷൻ ആണ് ഇന്റർമീഡിയറ്റിൽ വരുന്നത്. പക്ഷേ ഇന്റർമീഡിയറ്റിൽ നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. അതായത് ഫൗണ്ടേഷൻ ലെവലിൽ നിങ്ങൾ ഒരു എക്സാമിന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ 4 എക്സാമും പിന്നെ അടുത്ത അറ്റംപ്റ്റിൽ എഴുതണം. പക്ഷെ നമുക്ക് ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുമ്പോൾ ഒരു പേപ്പറിന് എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, എക്സംഷൻ എന്താണെന്ന് ഞാൻ പറയാം. എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ നിങ്ങൾക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ എഴുതേണ്ട ആവശ്യമില്ല. ഈ എക്സംഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സംഷൻ റൂൾസ് ഉണ്ട്. അതായത് 60+ എബോവ് മാർക്സ് വരുന്നതിനാണ് ഈ എക്സംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. എക്സംഷൻ റൂൾസ് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പം എല്ലാ പേപ്പറും ഒരു ഗ്രൂപ്പാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സംഷൻ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ 2 പേപ്പറിൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടി, അല്ലെങ്കിൽ 3 പേപ്പറിൽ 1, 2, 3 പേപ്പറിൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടി, ഒരു പേപ്പർ നിങ്ങൾ ഫെയിലായി. എക്സംഷൻ എന്ന് പറഞ്ഞാൽ 60+ എബോവ് മാർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ മറ്റേ പേപ്പറും കൂടി എഴുതിയിട്ട് പാസ്സാവാൻ നോക്കണം, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സംഷൻ എന്ന് പറയുന്നത് എക്സംഷൻ കിട്ടിയ പേപ്പേഴ്സ് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ എഴുതേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് ഈ 3 പേപ്പർ 1, 2, 3 എക്സംഷൻ കിട്ടിയ എത്രയാണെങ്കിലും നമുക്ക് 3 അറ്റംപ്റ്റിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പേപ്പറിലാണ് ഫെയിൽ ആയതെങ്കിലും നമുക്ക് മറ്റേ പേപ്പേഴ്സിലും 60+ ഇല്ല, എക്സംഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാ പേപ്പേഴ്സും എഴുതണം. ഫൗണ്ടേഷനിലെ പോലെ തന്നെയാണ് 40 ഇൻഡിവിജ്വൽ വൈസ് പേപ്പറിന് 40% മാർക്കും അഗ്രിഗേറ്റ് 50% മാർക്കിങ്ങും വേണം. അതായത് ബോത്ത് ഗ്രൂപ്പ് എഴുതാണെങ്കിൽ 800 മാർക്ക് ഇടുന്നത്. അപ്പോൾ 400 അഗ്രിഗേറ്റ് നിങ്ങൾക്ക് 400 ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവുള്ളൂ. സിംഗിൾ ഗ്രൂപ്പായിട്ടാണ് എഴുതുന്നത്. ഓരോ ഗ്രൂപ്പിനും 4 പേപ്പർ ആയതുകൊണ്ട് 400 മാർക്ക് ഇടുന്നത്. അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 200 മാർക്ക് കിട്ടിയാലേ നിങ്ങൾ പാസ്സാവുള്ളൂ, ഞാൻ പറഞ്ഞു. പക്ഷേ ഇൻഡിവിജ്വൽ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് 40% മാർക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അറ്റംപ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിലും ആ പേപ്പറും കൂടി എഴുതിയിട്ട് വേണം ഈ എക്സാം എഴുതാൻ. ഇതൊക്കെയാണ് CA കോഴ്സ് ടഫാണെന്ന് ബാക്കിയുള്ളവർ പറയാൻ കാരണം. ഇങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എക്സംഷൻ കിട്ടിയതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എക്സംഷൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ 4 പേപ്പറും അറ്റൻഡ് ചെയ്യുന്നില്ല, 2 പേപ്പർ എഴുതി 2 പേപ്പർ അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത പേപ്പറിൽ നിങ്ങൾക്ക് 60+ മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാ പേപ്പറും അറ്റൻഡ് ചെയ്താൽ മാത്രമേ എക്സംഷൻ കിട്ടത്തുള്ളൂ. എക്സംഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് അറ്റംപ്റ്റിലോട്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾക്ക് 2 പേപ്പറിൽ എക്സംഷൻ കിട്ടി, നിങ്ങൾ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തു, പക്ഷേ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം നിങ്ങൾ 2 പേപ്പറാണ് എഴുതാൻ പോകുന്നത്, അല്ലേ?
പാസ്സായി ഇത് രണ്ടും എഴുതേണ്ട ആവശ്യമില്ല. എക്സംഷൻ കിട്ടിയ പേപ്പേഴ്സ് നമുക്ക് നെക്സ്റ്റ് അറ്റംപ്റ്റ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ അത് എഴുതുമ്പോൾ 2 പേപ്പർ മാത്രമാണ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ 60+ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ എക്സംഷൻ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അതിൻ്റെ അടുത്ത പ്രാവശ്യം നിങ്ങൾ ആ അറ്റംപ്റ്റിൽ പാസ്സായിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് അറ്റംപ്റ്റ് എടുക്കുമ്പോൾ വീണ്ടും രണ്ടാമത്തെ അറ്റംപ്റ്റിൽ 60+ മാർക്സ് കിട്ടിയ പേപ്പർ ഉണ്ടെങ്കിൽ അതുകൂടി എഴുതേണ്ട സിറ്റുവേഷൻ വരും. അതായത് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ 4 പേപ്പറും അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ, 4 അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നത് 8 പേപ്പറും അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സംഷൻസ് മാത്രമാണ് നെക്സ്റ്റ് വരുന്ന 3 അറ്റംപ്റ്റിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എക്സംഷനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. എക്സംഷനെ കുറിച്ച് മാത്രമായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. എക്സംഷന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും, എല്ലാവർക്കും കറക്റ്റ് ഐഡിയ ഉണ്ടാവില്ല ചിലപ്പോൾ എക്സംഷനെ കുറിച്ച്. ഓക്കെ, ഇതാണ് എക്സംഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇന്റർമീഡിയറ്റിന്റെ വാല്യൂഷനിൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ക്യാരി ഫോർവേഡ് ആണ്. അതായത് നിങ്ങൾ സിംഗിൾ ഗ്രൂപ്പ് ആയിട്ട് എഴുതാം, നിങ്ങൾക്ക് ബോത്ത് ഗ്രൂപ്പ് എഴുതാം. ബോത്ത് ഗ്രൂപ്പ് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. ഞാൻ പറഞ്ഞു ഇൻഡിവിജ്വലി നിങ്ങൾക്ക് 40% മാർക്കും അഗ്രിഗേറ്റ് 50% മാർക്കും വേണമെന്ന്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് വൈസ് ആണ് ഇത് നോക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇപ്പം 250 മാർക്സ് കിട്ടിയെന്ന് വിചാരിച്ചോ, അഗ്രിഗേറ്റ് ഇൻഡിവിജ്വലി എല്ലാ പേപ്പറും പാസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇൻഡിവിജ്വലി എല്ലാത്തിലും നിങ്ങൾക്ക് 40 മാർക്സ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അഗ്രിഗേറ്റ് 160 മാത്രമേ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് 200 കിട്ടിയാലേ നിങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പും പാസ്സാവുള്ളൂ. അപ്പം ബോത്താണ് എഴുതിയതെങ്കിൽ മാത്രമാണ് ഈ ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഒരു 240 മാർക്ക് വിചാരിച്ചോ നിങ്ങൾ, ഇപ്പോഴത്തെ നിങ്ങൾക്ക് 140, സെക്കൻഡ് ഗ്രൂപ്പിൽ 160 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഈ 200 എബോവ് ഉള്ള 40 മാർക്ക് ഇങ്ങോട്ടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് ഈ 160 + 40 എടുത്തിട്ട് നിങ്ങൾക്ക് 200 ആക്കിയിട്ട് നിങ്ങളെ പാസ്സാക്കി വരുന്നതാണ്. ഓക്കെ, ഇതാണ് ക്യാരി ഫോർവേഡിന്റെ ബെനിഫിറ്റ്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചത് നിങ്ങൾക്ക് ഒരു മാർക്ക് ഷീറ്റ് കാണുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാവുന്നതാണ് ക്യാരി ഫോർവേഡിനെ കുറിച്ച്. ഈ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഓൾഡ് സിലബസ് സ്റ്റുഡൻറ്റിൻ്റെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടാണ്. ആ കുട്ടി ബോത്ത് എഴുതിയപ്പോൾ ഉള്ള പാസ്സായപ്പോൾ ഉള്ള റിസൾട്ട്. അപ്പോൾ നമുക്കറിയാം ഓൾഡ് സിലബസിന് ഇൻ്റർമീഡിയറ്റിന് അന്ന് 3 പേപ്പർ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 3 പേപ്പർ കാണിക്കുന്നത്. ആൻഡ് 3 പേപ്പർ ആയതുകൊണ്ട് തന്നെ 300 ടോട്ടൽ. അതിൻ്റെ മിനിമം നമുക്ക് 50% പറയുമ്പോൾ 150 ആണ് പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിവിജ്വൽ മാർക്കിംഗ് ഒക്കെ നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെയാണ്. 40% ഇൻഡിവിജ്വൽ ഓരോ പേപ്പറിലും വേണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പും ആ കുട്ടി ബോത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന് നോക്കുമ്പോൾ ഓരോ പേപ്പറും 40+ മാർക്സ് ഉണ്ട്, അഗ്രിഗേറ്റ് എടുക്കുമ്പോൾ 200 എബോവ് മാർക്ക് ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കുമ്പോൾ 40+ എബോവ് എല്ലാ പേപ്പറിലും ഉണ്ട്, പക്ഷേ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ 136 ഉള്ളൂ. നമുക്കൊരു 14 മാർക്സും കൂടി കിട്ടിയാലേ മാത്രമേ ആ കുട്ടി സെക്കൻഡ് ഗ്രൂപ്പ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ക്യാരി ഫോർവേഡ് എന്ന ബെനിഫിറ്റ് ഇവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ബോത്ത് ഗ്രൂപ്പ് എഴുതിയത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള മാർക്സ് എടുത്തിട്ട് മറ്റേ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിലാണ് മാർക്ക് അധികമെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിലേക്ക് എടുക്കാം. അങ്ങനെയുണ്ട്. അപ്പം നമുക്കിവിടെ 200 മുകളിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ 15 മാർക്ക് എക്സ്ട്രാ ഉണ്ട്. നമുക്ക് അപ്പുറത്തോട്ട് 14 മാർക്കാണ് വേണ്ടത്. അപ്പം നമ്മൾ ആ 14 മാർക്കും കൂടി ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ പാസ്സാവും. ഇതാണ് ക്യാരി ഫോർവേഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബോത്ത് ഗ്രൂപ്പ് എഴുതിയാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. ഇത് ഓൾഡ് സിലബസ് ഫൈനൽ എക്സാം ബോത്ത് ഗ്രൂപ്പ് എഴുതിയ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഷീറ്റാണ്. നിങ്ങൾക്ക് ഇത് 2 ഗ്രൂപ്പും ആ കുട്ടി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ എല്ലാ പേപ്പറിലും 40+, അതായത് 60+ മാർക്സ് ഉണ്ട്. എല്ലാ പേപ്പറിലും എക്സംഷൻ ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ പേപ്പറിലും എക്സംഷൻ ഇല്ല. ഒരു പേപ്പറിൽ ആ കുട്ടി ഫെയിൽ ആയിട്ടുണ്ട്. ഇസ്ക എന്ന പേപ്പർ, അതായത് ഇൻഫർമേഷൻ സിസ്റ്റം കൺട്രോൾ ആൻഡ് ഓഡിറ്റ്, ഇസ്ക എന്ന പേപ്പറിൽ 22 മാർക്സ് ഉള്ളൂ. ബാക്കി 3 പേപ്പറിൽ ആ കുട്ടിക്ക് 60+ മാർക്സ് ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് ആ ഒരു പേപ്പറിൽ ഫെയിൽ ആയതുകൊണ്ട് ഗ്രൂപ്പ് 2 ആ കുട്ടിക്ക് വീണ്ടും എഴുതേണ്ടതാണ്. പക്ഷേ ഒരു പേപ്പർ മാത്രം എഴുതിയാൽ മതി. ആ കിട്ടിയ എക്സംഷൻസ് എല്ലാ പേപ്പറും അറ്റൻഡ് ചെയ്ത ടൈമിൽ കിട്ടിയ എക്സംഷൻ നമുക്ക് 3 അറ്റംപ്റ്റ് വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അറ്റംപ്റ്റ് ആ കുട്ടിക്ക് ഇസ്ക എന്ന പേപ്പർ മാത്രം എഴുതിയാൽ മതി. ഇനി സപ്പോസ് ആ കുട്ടി 3 അറ്റംപ്റ്റ് ആയിട്ടും ഇസ്ക എന്ന പേപ്പർ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ, പാസ്സായിട്ടില്ലെങ്കിൽ 4ാമത്തെ അറ്റംപ്റ്റ് എഴുതുമ്പം ഈ കിട്ടിയ എക്സംഷനൊക്കെ ലാപ്സ് ആയിപ്പോവും. ആ കുട്ടി വീണ്ടും ഗ്രൂപ്പ് 2 മൊത്തത്തിൽ എഴുതേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് എക്സംഷൻ ഇന്ററിൻ്റെ വാല്യൂഷനിൽ വരുന്ന ഈ ക്യാരി ഫോർവേഡ് എക്സംഷനെ കുറിച്ചൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു 60+ എബോവ് കിട്ടിയിട്ടില്ല, നമ്മളിപ്പോൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നെക്സ്റ്റ് അറ്റംപ്റ്റ് എടുക്കുന്നു. അപ്പം ഈ അറ്റംപ്റ്റിൻ്റെ കണക്കൊക്കെ പറയുമ്പോൾ നമ്മൾ CA നോർമലി ഒരു എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് 4.5 കൊല്ലത്തെ കോഴ്സാണെന്നാണ് നോർമലി എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മളിങ്ങനെ പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അറ്റംപ്റ്റ് എടുത്തിട്ടാണ് പാസ്സാവുന്നതെങ്കിൽ ഈ കോഴ്സിൻ്റെ നമ്മൾ പറയുന്ന ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചിലപ്പം കൂടും. ഓക്കെ,
അപ്പം ഫിക്സ്ഡ് ആയിട്ട് നോർമലി എല്ലാവരും 4.5 കൊല്ലം എന്നുള്ള കോഴ്സാണ് പറയുക. അതായത് ഫിക്സ്ഡ് ആയിട്ട് 6 മാസത്തെ കോഴ്സാണ്. എന്താ പറയുക, ഫൗണ്ടേഷൻ ഇൻ്റർമീഡിയറ്റ് ഒരു 8-9 മന്തിൻ്റെ കോഴ്സാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 ഇയർ ട്രെയിനിങ് പീരീഡ് വരുന്നു. പിന്നെ ഫൈനൽ നമ്മൾ ഈ 3 ഇയർ ആർട്ടിക്കൽഷിപ്പിൻ്റെ ഇടയിൽ തന്നെ പാസ്സാവുകയാണെങ്കിൽ അങ്ങനെ എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 4.5 കൊല്ലം 5 കൊല്ലമൊക്കെ വരുന്നുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ പാസ്സാവുന്ന, നമ്മൾ പറഞ്ഞു ഇപ്പോൾ 40 മാർക്ക് വേണം, 50% മാർക്ക് വേണം, ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആവുന്നു. നമ്മൾ വീണ്ടും അറ്റംപ്റ്റ് എടുക്കുന്നു. അതിനനുസരിച്ച് അറ്റംപ്റ്റ്സ് കൂടും, ഇയേഴ്സ് പോകും, ഡ്യൂറേഷൻ കൂടും. ഓക്കെ, ഇതൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ലെവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി ഇൻ്റർമീഡിയറ്റ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പ് മീത ഓക്കെ, കുറച്ച് നോയ്സസ് ഒക്കെ ഉണ്ടാവും ഓക്കെ. ഹോം അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ചുറ്റും നിന്നും ചില നോയ്സസ്, കോഴി പോകുന്നത്, കാക്ക കരയുന്നത്, അപ്പത്തെ ചേച്ചി അലക്കുന്നത്, കുക്കറിൻ്റെ വിസിൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് മൈൻഡ് ചെയ്യാതൊക്കെ. ഞാൻ എഡിറ്റിംഗ് ഒക്കെ കുറച്ച് വീക്കാണ്. ഓക്കെ, ഞാനിപ്പം ആ കാര്യത്തിലോട്ട് വരാം. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പും ഉണ്ട് സെക്കൻഡ് ഗ്രൂപ്പും ഉണ്ട്. ബോത്ത് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് സിംഗിൾ ഓരോ ഗ്രൂപ്പായിട്ട് എഴുതാം. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾഷിപ്പാണ്. ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു CN ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ അണ്ടറിൽ 3 കൊല്ലം ട്രെയിനിങ്, പരിശീലനം. ഓക്കെ, അതാണ്. അതായത് നമ്മളിപ്പം ഇൻ്റർമീഡിയറ്റിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് തിയററ്റിക്കൽ നോളജ് ഉണ്ടാവും. അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു CA-കാരൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയുന്ന ഒരു സ്റ്റേജാണ് ഈ ആർട്ടിക്കിൾഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അത് നമ്മൾ തന്നെ ഒരു CA-കാരനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവരോട് ആർട്ടിക്കിൾസിൻ്റെ ഒഴിവുണ്ടോ എന്ന് നോക്കുക, അന്വേഷിക്കുക, എന്നിട്ട് ജോയിൻ ചെയ്യുക, ഒരു CA ഫേമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് 3 കൊല്ലം അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടി തുടങ്ങും. ആർട്ടിക്കിൾഷിപ്പ് രജിസ്ട്രേഷന് ഒരു 2000 ചിലവുണ്ട്. അതിനുശേഷം നമുക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് കിട്ടും. ICAIൻ്റെ റെഗുലേഷൻ പ്രകാരം 1500 2000 അങ്ങനെ എന്തോ ആണ് റേഞ്ച്. പക്ഷെ നമ്മളെ CA ഫേംസ് ഒക്കെ 5000 8000 റേഞ്ചിലൊക്കെ ഫീസ് കൊടുക്കുന്നുണ്ട്. മാക്സിമം ഇവിടെ കേരളത്തിലൊക്കെ 5000 ആണ് മാക്സിമം പോയിന്റ് തോന്നുന്നു. പക്ഷെ ബാംഗ്ലൂർ ഔട്ട്സൈഡൊക്കെ പോവുകയാണെങ്കിൽ, ആർട്ടിക്കിൾഷിപ്പിന് പോവുകയാണെങ്കിൽ 8000 വരെ സ്റ്റൈപ്പൻഡ് കിട്ടുന്ന ഫേംസ് ഉണ്ട്. പക്ഷെ അവിടെ ആണെങ്കിൽ നമ്മളെ ചിലവും അതിനനുസരിച്ച് കൂടും. ഓക്കെ, അത് നോക്കാം. പിന്നെ ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിൽ ആദ്യം എക്സാമിലായിരുന്നു, പക്ഷെ ഇപ്പം ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിൽ നമുക്ക് വിവരം കൂടുന്നുണ്ടോ, പ്രാക്ടിക്കലായിട്ട് നോളജ് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ആർട്ടിക്കിൾഷിപ്പ് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഫസ്റ്റ് ഇയർ എൻഡിലും സെക്കൻഡ് ഇയർ എൻഡിലും എക്സാംസ് നടത്തുന്നുണ്ട്. അത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അതിന് ഫീസിൻ്റെ കാര്യം, ഫീസ് നോമിനലായിട്ട് എന്തോ ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു. മീൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫീസില്ല, പിന്നെ അറ്റംപ്റ്റ് എടുക്കുകയാണെങ്കിൽ ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ആർട്ടിക്കിൾഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ആർട്ടിക്കിൾഷിപ്പിൻ്റെ എന്താ പറയുക, 2.5 കൊല്ലം നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ഇന്റർ പാസ്സായതിനു ശേഷം ഒന്ന് ആർട്ടിക്കിൾഷിപ്പ് ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിൽ തന്നെ ആ സെക്കൻഡ് ഗ്രൂപ്പും കൂടി ക്ലിയർ ആവുക. എന്നിട്ട് നമ്മൾ നമ്മളെ 2.5 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ ഫൈനൽ അറ്റംപ്റ്റ് വരുന്നതാണ്. ഫൈനൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ആർട്ടിക്കിൾഷിപ്പ് കയറുന്നതിന് മുന്നേ ഒരു സ്മോൾ കോഴ്സ് ഉണ്ട്. അതായത് ICITSS, ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സ് ഓൺ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയാം. അതിന് 7000 ആണ് ഫീസ് വരുന്നത്. അത് IT കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഒരു കോഴ്സാണ്. ICA ഭവനിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുക. അത് ഏത് ICA ഭവനിൽ നമുക്ക് കുറേ ബ്രാഞ്ച് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ICAയുടെ സൈറ്റിലുണ്ട്. എവിടേക്കാണ് സീറ്റ് ഒഴിവുള്ളതെന്നൊക്കെ നോക്കിയിട്ട് പോയി ചെയ്യാം. ഫീസ് 7000 ആണ് ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ ആർട്ടിക്കിൾഷിപ്പിന് കയറുന്നതിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു കോഴ്സാണ്. സ്മോൾ കോഴ്സ്, 4 വീക്സിൻ്റെ കോഴ്സാണ്. ഓക്കെ, ഞാനിപ്പം ആർട്ടിക്കിൾഷിപ്പിന് ഫൈനലിൻ്റെ രജിസ്ട്രേഷൻ ടൈമിലാണ് അവിടെയല്ലേ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഫൈനലിൻ്റെ രജിസ്ട്രേഷന് നമുക്ക് ഒരു 22,000 രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട്. പിന്നെ ഫൈനലിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സബ്ജക്റ്റ് വൈസ്, പേപ്പർ വൈസ് ഫാക്കൽറ്റീസിനെ നോക്കിയിട്ടാണ് ഫൈനലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഇപ്പം പെൻഡ്രൈവ് ക്ലാസ്സസ് ഒക്കെ 15,000 റേഞ്ചൊക്കെ ഒരു പേപ്പറിന് വരുന്നുണ്ട്. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പം ക്ലാസ്സസിന് ഫിസിക്കലായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പേപ്പറിന് 8,500 12,000 റേഞ്ചിൽ വരുന്നുണ്ട്. അത് ഫാക്കൽറ്റീസിന് അനുസരിച്ചും ഇരിക്കും, പിന്നെ ക്ലാസ്സസ് അനുസരിച്ചും ഇരിക്കും. ഓരോ സബ്ജക്റ്റ് വൈസ് ഒക്കെ അനുസരിച്ചിരിക്കും നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത്. അപ്പം മാക്സിമം 15,000 വരെയൊക്കെയാണ് ഒരു പേപ്പറിന് പോകുന്നത് ഞാൻ കണ്ടത്. ഓക്കെ,
നമുക്ക് ഫൈനലിനെ കുറിച്ച് പറയാം. അതിന് മുന്നേ ആർട്ടിക്കിൾഷിപ്പിന്റെ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ഈ 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ ഫൈനലിന് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു സ്മോൾ കോഴ്സ് ഉണ്ട്. ഈ ICITSS ഞാൻ പറഞ്ഞു ആർട്ടിക്കിൾഷിപ്പിന് കയറുന്നതിന് മുന്നേ ആണെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഫൈനലിന് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ അഡ്വാൻസ്ഡ് ICITSS ആൻഡ് MCS എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അതിന് MCS എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതൊക്കെ എന്താ പറയുക പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ആൻഡ് ICITSS അഡ്വാൻസ്ഡ് ICITSS എന്ന് പറയുന്നത് സിസ്റ്റം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് IT കുറച്ച് നോളജ് ഒക്കെ വേണം. അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് തരുന്ന ഒരു കോഴ്സാണ് ഇത്. 4 വീക്സ് കോഴ്സ് തന്നെയാണ്. ഇതിൽ 2 കോഴ്സ് ഉണ്ട്. ഓരോ കോഴ്സിനും 7,000 ആൻഡ് 7,500 ഫീസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെ എത്തി ഇനി ഫൈനലിലോട്ടാണ് പോകുന്നത് ആർട്ടിക്കിൾഷിപ്പിന്റെ. ഇപ്പം ഇത്രയും നേരം ഞാൻ പറയുന്നതൊക്കെ ഒരു +2 കഴിഞ്ഞ് CA ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന്റെ കാര്യമാണ് കേട്ടോ. ഞാൻ ഡയറക്റ്റ് എൻട്രിയിലോട്ട് വരാം. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള കാര്യമൊക്കെ ഞാൻ ഈ പറയുന്നതൊക്കെ തന്നെയാണ് ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള. അതൊക്കെ ഞാൻ വരാം. ഇപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഫൈനൽ ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൈനലിലും 8 പേപ്പേഴ്സ് ആണുള്ളത്. അതിൽ ഞാൻ പറയാം ഫസ്റ്റ് ഗ്രൂപ്പിൽ 2 പേപ്പേഴ്സിന് MCQ 30% വെയിറ്റേജ് MCQ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്കൻഡ് ഗ്രൂപ്പ് 2 ഗ്രൂപ്പായിട്ട് തന്നെയാണുള്ളത്. ഫസ്റ്റ് ഗ്രൂപ്പിൽ 4 പേപ്പർ, സെക്കൻഡ് ഗ്രൂപ്പിൽ 4 പേപ്പർ ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലും 2 പേപ്പർ MCQ വെയിറ്റേജ് വരുന്നുണ്ട് 30 മാർക്സിന്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഫൈനലിന്റെ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഫൈനലിൻ്റെ പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1ഉം 2ഉം ആണ്. ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള പോലെ തന്നെ 2 ഗ്രൂപ്പായിട്ടാണ് ഉള്ളത്. ഓരോ ഗ്രൂപ്പിലും 4 പേപ്പർ വെച്ചിട്ട് ആൻഡ് എല്ലാ പേപ്പറിനും 100ലാണ് മാർക്ക് ഇടുന്നത്. 3 മണിക്കൂറാണ് ഓരോ എക്സാമിനും അലോട്ട് ചെയ്ത ടൈം എന്ന് പറയുന്നത്. ആൻഡ് ഗ്രൂപ്പ് 1ലെ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേപ്പർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആണ്. രണ്ടാമത്തെ പേപ്പർ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആണ്. മൂന്നാമത്തെ പേപ്പർ അഡ്വാൻസ്ഡ് ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് ആണ്. നാലാമത്തെ പേപ്പർ കോർപ്പറേറ്റ് ആൻഡ് എക്കണോമിക് ലോ ആണ്. നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിൽ 2 പേപ്പറിൽ 30% എന്താ പറയുക MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം അത് 3, 4 പേപ്പറിനാണ് ആ ഒരു MCQ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് നമുക്ക് ഇവിടെ എന്താ പറയുക ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള പോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നും വരുന്നില്ല. പക്ഷേ ഫൗണ്ടേഷനിൽ മാത്രമാണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഫൈനലിൻ്റെ രണ്ടാമത്തെ ഗ്രൂപ്പിലെ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ 5ാമത്തെ പേപ്പറായിട്ട് വരുന്നത് സ്ട്രാറ്റജി കോസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പെർഫോമൻസ് ഇവാലുവേഷൻ ആണ്. 6ാമത്തെ പേപ്പർ ഇലക്റ്റീവ് പേപ്പേഴ്സ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും കൂടുതലായിട്ട് പറഞ്ഞു തരാം. ആൻഡ് 7ാമത്തെ പേപ്പർ വരുന്നത് ഡയറക്റ്റ് ടാക്സ് ലോസ് ആൻഡ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ ആണ്. അതിൽ ഡയറക്റ്റ് ടാക്സ് ലോസിന് 70% മാർക്സ് വെയിറ്റേജും ഇൻ്റർനാഷണൽ ടാക്സേഷന് 30% മാർക്സ് വെയിറ്റേജും ആണ് വരുന്നത്. 8ാമത്തെ പേപ്പർ പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ലോസ് ആണ്. അതായത് അതിൽ GST, കസ്റ്റംസ്, FTP ഇതൊക്കെയാണ് കവർ ചെയ്യുന്നത്. അതിൽ എന്താ പറയുക GST പഠിക്കുന്നതിന് 75% വെയിറ്റേജും കസ്റ്റംസ് ആൻഡ് FTPക്ക് 25% വെയിറ്റേജും ആണുള്ളത്. ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പിലും ഉണ്ട് 30% ഒബ്ജക്റ്റീവ് വരുന്ന പേപ്പേഴ്സ്. നമ്മുടെ 7th ആൻഡ് 8th പേപ്പർ, അതായത് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സിന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 30 മാർക്സ് വെയിറ്റേജിന്. ആൻഡ് ഇലക്റ്റീവ് പേപ്പേഴ്സിന് ഓൾസോ 40 മാർക്സിന് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇലക്റ്റീവ് പേപ്പേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടും മനസ്സിലാക്കാം. ഫൈനലിൽ 6ാമത്തെ പേപ്പർ എലക്റ്റീവ് പേപ്പറാണ്. അതായത് ഓപ്ഷൻ പേപ്പേഴ്സാണ്. നമുക്ക് കുറച്ച് സബ്ജക്ട്സ് ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ആ ചൂസ് ചെയ്ത പേപ്പറായിരിക്കും നമ്മളെ 6th പേപ്പറായിട്ട് വരുന്നത്. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ടാക്സേഷൻ, എക്കണോമിക് ലോസ്, ഗ്ലോബൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, മൾട്ടി ഡിസിപ്ലിനറി കേസ് സ്റ്റഡി. ഈ 6 നമ്മൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മളെ ഓപ്ഷൻ പേപ്പർ. ആൻഡ് ഈ എക്സാം എന്ന് പറയുന്നത് ഈ ഒരു പേപ്പർ മാത്രം ഓപ്പൺ ബുക്ക് ആയിരിക്കും. അതായത് നമുക്ക് മെറ്റീരിയൽസ് എക്സാം ഹാളിൽ കൊണ്ടുപോകാം, നോക്കി എഴുതാം. ആൻഡ് അതിൽ 60-40 വെയിറ്റേജ്, അതായത് 40 മാർക്സിന് നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 60 മാർക്ക് തിയററ്റിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എഴുതാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്, എലക്റ്റീവ് പേപ്പേഴ്സിൻ്റെ പാറ്റേൺ വരുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഈ ഓരോ സബ്ജക്റ്റ് നോക്കിയിട്ട് നമുക്ക് കംഫർട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞു അഡ്വാൻസ്ഡ് ICITSS ആൻഡ് MCS കോഴ്സ്. അത് നിങ്ങൾക്ക് ആർട്ടിക്കിൾഷിപ്പ് 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫൈനൽ കോഴ്സ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് തന്നെ. അപ്പം 2.5 കൊല്ലം കഴിഞ്ഞാലാണ് ആർട്ടിക്കിൾഷിപ്പ് 2.5 കൊല്ലം കഴിഞ്ഞാണ് നമുക്ക് ഫൈനൽ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം അതിന് മുന്നേ 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്തെടുക്കാം. 4 വീക്കിൻ്റെ ഇതാണല്ലോ. അപ്പം നമ്മൾ ടൈമൊക്കെ നോക്കിയിട്ട് ICN സൈറ്റിലുണ്ടാവും ഏത് സെൻറ്ററിലാണ് ഇപ്പം സീറ്റ് ഒഴിവുള്ളതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പോയി അത് ചെയ്യുക. ഇനി ഫൈനലിൻ്റെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ പേപ്പർ നിങ്ങളിപ്പോൾ കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം ഇനിയിപ്പോൾ വാല്യുവേഷൻ്റെ പാർട്ടിലോട്ട് പോവുകയാണ്. ഇൻ്റർമീഡിയറ്റിൻ്റെ അതേ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വാല്യുവേഷന് യൂസ് ചെയ്യുന്നത്. അതായത് പേപ്പർ വൈസ് 40% മാർക്ക് വേണം, അഗ്രിഗേറ്റ് 50%
മാർക്ക് വേണം. ആൻഡ് ക്യാരി ഫോർവേഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ബോത്ത് ഗ്രൂപ്പ് ഏതാണെങ്കിൽ ക്യാരി ഫോർവേഡ് കിട്ടും. എക്സംഷൻ ഞാൻ പറഞ്ഞു 60+ മാർക്സ് കിട്ടുകയാണെങ്കിൽ അറ്റ് എ ടൈം നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ ഫുൾ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ കിട്ടുന്ന എക്സംഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീടുള്ള അറ്റംപ്റ്റ് 3 അറ്റംപ്റ്റ് വരെയാണ് ഈ ക്യാരി ഫോർവേഡ് നമുക്ക് എക്സംഷൻ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് എൻട്രിക്കാരുടെ കാര്യം നോക്കാം. അതായത് ഡിഗ്രി കഴിഞ്ഞിട്ട് സിഎക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ കാര്യം. അതായത് ഡിഗ്രി ഇപ്പം ബികോം ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ ബികോമിൽ നിങ്ങൾക്ക് 55% പാസിംഗ് മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സാണ് മീൻസ് ഡിഗ്രിക്ക് ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 60% പാസിംഗ് മാർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കണം നിങ്ങൾ സിഎക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ സിഎക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുന്നത് ഇൻ്റർമീഡിയറ്റ് ലെവലിലോട്ടാണ്. അതായത് നിങ്ങൾ ഫൗണ്ടേഷൻ ലെവൽ എക്സാം എഴുതാനുണ്ടാവില്ല. അതിന് പകരം നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ലെവൽ എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് 9 മന്ത് ആർട്ടിക്കിൾഷിപ്പാണ് കംപ്ലീറ്റ് ചെയ്യണം. 9 മന്ത് ആർട്ടിക്കിൾഷിപ്പും പ്ലസ് ICITSS എന്ന് പറഞ്ഞിട്ടുള്ള 4 വീക്ക് IT ആൻഡ് സോഫ്റ്റ് സ്കില്ലിൻ്റെ കോഴ്സ് ഞാൻ പറഞ്ഞു. ആ കോഴ്സും കൂടി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റിൻ്റെ ഗ്രൂപ്പ് 1 or 2 അല്ലെങ്കിൽ ബോത്തോ എഴുതാനുള്ള ടൈം ആവുള്ളൂ. ഓക്കെ, അങ്ങനെ നിങ്ങൾ 9 മന്ത് ആർട്ടിക്കിൾഷിപ്പും ഈ 4 വീക്ക് കോഴ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സാം എഴുതുന്നു. അതിനുശേഷമുള്ള വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് എല്ലാം വരുന്നത്. പിന്നെ നിങ്ങൾ ഫൈനലിന് എൻ്റർ ചെയ്യുന്നു. ഫൈനലിന് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ 4 വീക്സ് അഡ്വാൻസ്ഡ് ICITSS പിന്നെ ആർട്ടിക്കിൾഷിപ്പിൻ്റെ എന്താ പറയുക ഇടയിൽ വരുന്ന സ്മോൾ എക്സാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അസസ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു, അതും അറ്റൻഡ് ചെയ്യണം. ബാക്കി ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സെയിം ആണ്. +2 ലെവലിൽ വരുന്ന ആ ഒരു ഫൗണ്ടേഷൻ ലെവലിൻ്റെ എൻട്രി മാത്രമാണ് ഒരു ഡിഫറൻഷിയേറ്റ് ആയിട്ട് ഇവിടെ വരുന്നുള്ളൂ. ബിക്കോസ് നിങ്ങൾ 3 കൊല്ലം ഡിഗ്രി പഠിച്ചതല്ലേ എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ലെവൽ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അതാണ്. പിന്നെ ഒരു 9 മന്ത് നിങ്ങൾ ആദ്യം തന്നെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം എന്ന് അത് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ആണ് ആക്ച്വലി. കാരണം നിങ്ങൾക്ക് ഇൻ്റർ കഴിഞ്ഞാൽ മാത്രമല്ല ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റും. ഇൻ്ററിൻ്റെ ഒരു ഗ്രൂപ്പ് കിട്ടിയാൽ സാധാരണ ഒരു +2കാരന് അല്ലെങ്കിൽ +2കാരിക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ബികോമാർക്ക് നേരെ ഡയറക്റ്റായിട്ട് എന്താണ് ഒരു CA ചെയ്യുന്നത്, എന്തൊക്കെയാണ് വർക്ക് എന്നൊക്കെ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഡയറക്റ്റ് എൻട്രി സ്കീമിനെ കുറിച്ച് പറയാനാണെങ്കിൽ. ഫീസിൻ്റെ കാര്യം നമ്മൾ ഒന്നുകൂടെ ചുരുക്കി നോക്കുകയാണെങ്കിൽ ഫൗണ്ടേഷൻ ലെവലിൽ രജിസ്ട്രേഷൻ ഫീസ് 9,800 പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് 30,000 + GST കോച്ചിങ് ഫീസാണ്. ആൻഡ് ഇൻ്റർമീഡിയറ്റിന് 18,000 രജിസ്ട്രേഷൻ ഫീസ് വരുന്നുണ്ട്. കോച്ചിങ് ഫീസ് 40,000 + GST ആണ് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോർമലി ചാർജ് ചെയ്യുന്നത്. ആൻഡ് ഫൈനൽ ലെവലിൽ നോക്കുമ്പോൾ രജിസ്ട്രേഷൻ ഫീസ് 22,000 വരുന്നുണ്ട്. സബ്ജക്റ്റ് വൈസ് ആണ് നമ്മൾ കോച്ചിങ്ങിന് പോവുക ഫൈനൽ ലെവലിൽ. അപ്പം മാക്സിമം 15,000 വരെയൊക്കെ ഓരോ പേപ്പർ വൈസ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആർട്ടിക്കിൾഷിപ്പ് രജിസ്ട്രേഷൻ ഫീസ് 2,000 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾഷിപ്പ് രജിസ്ട്രേഷന് മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കോഴ്സാണ് ICITSS. അതിന് ഒരു 7,000 ഫീസ് വരുന്നുണ്ട്. പിന്നെ ഫൈനൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട കോഴ്സാണ് അഡ്വാൻസ്ഡ് ICITSSഉം MCSഉം. അതിന് നമുക്ക് 7,000 ആൻഡ് 7,500 ഫീസ് വരുന്നുണ്ട്. ഇതിന് ഫീസ് ഉണ്ടെങ്കിലും ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റൈപ്പൻഡ് 3 കൊല്ലം നമുക്ക് സ്റ്റൈപ്പൻഡ് കിട്ടുന്നു. സ്റ്റൈപ്പൻഡിൻ്റെ റേഞ്ച് നമ്മൾ പോകുന്ന ഫേമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 5,000 ഒക്കെ നോർമലി ഇപ്പം എല്ലാ ഫേംസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ 3,000 5,000 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഇതാണ് ഫീസ്. പിന്നെ നിങ്ങൾ അറ്റംപ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചിലവാകുന്ന എമൗണ്ട് പറയുന്നത് മെറ്റീരിയൽ ചേഞ്ച് ആവുകയാണെങ്കിൽ മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ പ്രാവശ്യം എക്സാം എഴുതുമ്പോഴും എക്സാം ഫീസ് ഉണ്ടാവും, എക്സാം രജിസ്ട്രേഷൻ ഫീസ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഒരു CA കോഴ്സിൽ ചേർന്നാൽ ചിലവാകാൻ പോകുന്ന ഏകദേശമുള്ള ഒരു എമൗണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ 50% മാർക്ക് 40% മാർക്ക് ക്രൈറ്റീരിയ എല്ലാം റെഡിയാക്കി ക്യാരി ഫോർവേഡ് യൂട്ടിലൈസ് ചെയ്ത് എക്സംഷൻ വാങ്ങി അങ്ങനെയൊക്കെ നമ്മൾ ഫൈനൽ ലെവൽ വരെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ICAയുടെ ഒരു മെമ്പറായി മാറുന്നു, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവുന്നു. CA എന്ന പ്രിഫിക്സ് നമ്മളെ പേരിന് മുന്നേ വരുന്നു. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു CA എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് CA സ്റ്റുഡൻസിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ആർട്ടിക്കിൾഷിപ്പിൻ്റെ പീരീഡിലൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഒരു CAക്കാർ എന്താ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ പരിചയമുള്ള ആൾക്കൊക്കെ ഈ CA എന്താ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ഐഡിയ ഉണ്ടാവില്ല. അവർ നോർമലി കേട്ടത് ഓഡിറ്റേഴ്സ് ആണ് എന്ന് മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് ഓഡിറ്റിംഗ് എന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതായത് നമുക്കറിയാം, നമ്മൾ സിലബസ് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കോസ്റ്റിംഗ് ഉണ്ട്, ടാക്സ് ഉണ്ട്, പിന്നെ ലോ ഉണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ഏരിയയിലും ഇൻഡെപ്ത് നോളജ് ഗെയിൻ ചെയ്യാണ് ഈ ഓരോ കോഴ്സിൻ്റെ ഓരോ ലെവലിലും. അപ്പോൾ നമുക്ക് ടീച്ചിങ് ഫീൽഡിലൂടെ പോകാം. നമ്മൾ കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്കൊരു സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ടീച്ചിങ് ഫീൽഡിലോട്ട് പോകാം. നമുക്ക് ഗവൺമെൻറ് ജോബ് ഓപ്ഷൻസ് ഉണ്ട്.
ആൻഡ് നമുക്ക് എംപ്ലോയ്മെൻറ്റ് ചൂസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ പ്രിൻസിപ്പളിനെ ഫോളോ ചെയ്തിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു ഓഡിറ്ററായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് ജോബ് എടുക്കാം. നമ്മൾ എന്താ പറയുക, ഒരു CA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മെയിൻ ഒരു ബിസിനസ്സിൻ്റെ ബുക്ക് കീപ്പിംഗ് മുതൽ അത് റിട്ടേൺ ഒക്കെ ഫർണിഷ് ചെയ്ത് അവർക്ക് അവരുടെ അങ്ങേയറ്റം ഫിനാൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അവർ എന്താ പറയുക, അവർ കറക്റ്റായിട്ടാണോ ഈ ബുക്സും അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതൊക്കെ നോക്കി വെരിഫൈ ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്ന ഒരാളാണ് CA എന്ന് പറയുന്നത്. എന്നിട്ട് അവരെ പ്രോഫിറ്റബിൾ സക്സസ്സിലോട്ട് എന്താ പറയുക എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ, ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണലാണ് CA എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ CAക്കാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജോബ് സ്കോപ്പ് എന്ന് പറയുന്നത് വൈഡാണ്. ആൻഡ് ഈ CAക്കാർ നോർമലി അറിയപ്പെടുന്നത് അവരുടെ സിഗ്നേച്ചർ പവറിനെ കൊണ്ടാണ്. അതായത് പ്രൈം മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സിഗ്നേച്ചർ ഓഫ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഈസ് മോർ പവർഫുൾ ദാൻ ദാറ്റ് ഓഫ് എ പ്രൈം മിനിസ്റ്റർ. അതായത് നമ്മളാണ് ഒരു കോർപ്പറേറ്റ് വേൾഡിലെ ഏതൊരു ബിസിനസ്സിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താ പറയുക കറക്റ്റ് ആണെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് അതിനെ ഓതൻറ്റിക്കേറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു CA ആയിക്കഴിഞ്ഞാലുള്ളത്. നമ്മുടെ സ്കോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിചാരിക്കുന്നു. അതായത് ഇതൊക്കെയാണ് നമ്മുടെ കോഴ്സ് ലെവലിൻ്റെ ഡീറ്റെയിൽസും CA ആയിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൽ മെയിൻ ഡിഫിക്കൾട്ടാണെന്ന് പറയുന്നതിന് കാരണം ഇതാണ്, നമ്മളിപ്പം ഏതെങ്കിലും ഒരു പേപ്പർ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പാസ്സായ പേപ്പേഴ്സും കൂടി വീണ്ടും എഴുതേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. പിന്നെ 3 അറ്റംപ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ട് നടന്ന ആ ഒരു എക്സംഷൻ പേപ്പറിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജും കൂടി പോയി ആ എക്സംഷൻ കിട്ടിയ പേപ്പറും കൂടി എഴുതേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും നമ്മൾ അറ്റംപ്റ്റ്സ് എടുത്ത് എഴുതിക്കൊണ്ട് നിൽക്കുമ്പോഴും എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലേ വീണ്ടും പഠിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെയല്ല, ടാക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, ബജറ്റും പിന്നെ ഫിനാൻഷ്യൽ ഇയർ മാറുന്നതിനനുസരിച്ചൊക്കെ എല്ലാ കാര്യങ്ങളിലും ചേഞ്ചസ് വരുന്നുണ്ട്, അമെൻമെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്കങ്ങനെ അമെൻമെൻറ്റ്സ് സർക്കുലേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് മൊത്തം ചേഞ്ച് ആയിക്കൊണ്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നതെന്നുള്ള ആ ഒരു ചിന്തയും കൂടി മാറ്റിയേക്കണം. നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള കാര്യം വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ആയി വരികയാണ്. ചിലപ്പോൾ ICA സിലബസ് മൊത്തം മാറ്റിയിട്ട് ബുക്സ് മൊത്തം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യം എക്സാമിന് പഠിക്കുമ്പോഴും ബുക്സിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, നമ്മളത് കമ്പയർ ചെയ്ത് നമ്മൾ ആദ്യം പഠിച്ചതായിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആവാണ്ട് അതൊക്കെ ഒരു 3 മണിക്കൂർ കൊണ്ട് പേപ്പറിൽ എഴുതി പിടിപ്പിക്കണം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളതെന്ന്. അപ്പം ഇതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ട് വേണം ഒരു 3 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതാൻ. എന്നിട്ട് ഈ ചുറ്റും നിന്ന് ചോദിക്കുന്നവരെക്കാൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക എക്സാം പാസ്സാവണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി പരിശ്രമിക്കുന്നത് ഒരു CA സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പം റിസൾട്ട് ഫെയിൽ എന്ന് കാണിക്കുമ്പം ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡിൽ വരുന്ന ഇതും ഷോക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഒരു ഭയങ്കരമായ ഒരു കാര്യമാണ്. എന്തായാലും നമ്മളെ പാരൻസിനൊക്കെ നമ്മൾ നല്ല മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും വീട്ടിൽ തന്നെയാണ്. പക്ഷെ ചുറ്റുമുള്ളവർ ചിലപ്പോൾ അത് കാണണമെന്നില്ല. അപ്പം നമ്മൾ ഫെയിലായെന്ന് അവരറിയുമ്പം അവർക്ക് ജസ്റ്റ് കുറേ ആയല്ലോ എഴുതുന്ന അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതായിരിക്കും ഉണ്ടാവുക. ഓൾഡ് സിലബസ് ഫൈനൽ എക്സാം എഴുതിയ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഷീറ്റാണിത്. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ 40+ മാർക്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് അഗ്രിഗേറ്റ് നോക്കുമ്പം 200 കിട്ടിയില്ല. അതുകൊണ്ട് 2 മാർക്കിന് ആ കുട്ടി ഈ ഗ്രൂപ്പ് ഫെയിലായി. ആൻഡ് 60+ മാർക്സും ഒരു പേപ്പറിലും ഇല്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് എക്സംഷൻ്റെ ബെനിഫിറ്റും അവൈലബിൾ അല്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് കൺട്രോൾ ആൻഡ് ഓഡിറ്റിംഗ് ആ പേപ്പറിൽ 58 മാർക്സ് കിട്ടിയിട്ടുണ്ട്. ഒരു 2 മാർക്കും കൂടി ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 60+ മാർക്സ് എക്സംഷൻ എന്ന ബെനിഫിറ്റ് ആ കുട്ടിക്ക് കിട്ടിയേനെ. പക്ഷേ ഈ കുട്ടിക്ക് 2 മാർക്കിൽ ഫെയിലാവുകയും ചെയ്ത് എക്സംഷൻ ബെനിഫിറ്റും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ മാർക്കും ഒരു CA സ്റ്റുഡൻറ്റിന് വിലപ്പെട്ടതാണ്. 1 മാർക്കും 2 മാർക്കിനൊക്കെ ഫെയിലാവുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഫൈനൽ എക്സാം ഗ്രൂപ്പ് 2 പാസ്സായ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക് ഷീറ്റാണിത്. ഇതിൽ നിങ്ങൾക്ക് കാണാം 2 സബ്ജക്റ്റ് ഇസ്ക ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ലോൻ്റെ നേരെ 65E ആൻഡ് 63E എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ആ കുട്ടിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയപ്പം ഈ 2 പേപ്പറിലും എക്സംഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ആ കുട്ടി ക്യാരി ഫോർവേഡ് ചെയ്തതാണ്. ആൻഡ് ഇപ്രാവശ്യം ഈ പാസ്സായ എക്സാമിന് ആ കുട്ടി അറ്റൻഡ് ചെയ്ത എക്സാം എന്ന് പറയുന്നത് AMA ആൻഡ് DT ആണ്. ഫൈനൽ ഓൾഡ് സിലബസ് ആണ്, അതുകൊണ്ടാണ് ഈ സബ്ജക്റ്റിൻ്റെ പേര്. ആൻഡ് ആ 2 പേപ്പർ ഇപ്രാവശ്യം എഴുതിയപ്പോഴും ആ കുട്ടിക്ക് 2 പേപ്പറിലും 60+ മാർക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ 4 പേപ്പറിലും ആ കുട്ടിക്ക് അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ 200+ മാർക്സും ഉണ്ട്,
40+ മാർക്സും ഉണ്ട് ഇൻഡിവിജ്വൽ വൈസ് നോക്കുമ്പോൾ. അങ്ങനെ ആ കുട്ടി 260 മാർക്സിൽ പാസ്സായി. എല്ലാവരുടെ മാർക്ക് ഷീറ്റും കാണിച്ചു. എൻ്റെ മാർക്ക് ഷീറ്റ് എന്തേ കാണിക്കാഞ്ഞെന്നുള്ള കമൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മാർക്ക് ഷീറ്റും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്രാവശ്യത്തെ എൻ്റെ റിസൾട്ടിൻ്റെ മാർക്ക് ഷീറ്റാണിത്. പാസ്സാവുന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്, പക്ഷേ ഫെയിലെന്നാണ് റിസൾട്ട് വന്നത്. ഓക്കെ, ഞാൻ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ റിസൾട്ടാണിത്. ഞാൻ ഓപ്ഷൻ പേപ്പർ എടുത്തത് ഇൻ്റർനാഷണൽ ടാക്സേഷനാണ്. എല്ലാത്തിലും എനിക്ക് എല്ലാത്തിലില്ല, കോസ്റ്റിങ്ങിൽ എനിക്ക് 33 ആണ് കിട്ടിയത്. ബാക്കി എല്ലാത്തിലും എനിക്ക് 40+ ഉണ്ടായിരുന്നു. അപ്പം പേപ്പർ വൈസ് നോക്കുകയാണെങ്കിൽ കോസ്റ്റിങ്ങിന് 7 മാർക്സിന് പോയി, ബാക്കി എല്ലാ പേപ്പറും ക്ലിയർ ആയിരുന്നു. പക്ഷേ അഗ്രിഗേറ്റ് എനിക്ക് ഒരു 28 മാർക്സിൻ്റെ ഷോർട്ട് ഉണ്ട്. 172 ആണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ റിസൾട്ടിൻ്റെ അവസ്ഥ. എനിവേ, ഇനി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നെക്സ്റ്റ് അറ്റംപ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക, അതൊക്കെ തന്നെ. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ടോട്ടൽ പ്രിൻറ്റഡ് പേജസ് 39 അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമൊക്കെ വെച്ചിട്ട് നമ്മൾ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിച്ചിട്ട് വേണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇത്ര ലെങ്തി ആണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഇൻ്റർനാഷണൽ ടാക്സേഷൻ ആയിരുന്നു സെക്കൻഡ് ഗ്രൂപ്പിൽ. ഞാൻ പറഞ്ഞു ഓപ്ഷൻ പേപ്പർ എടുത്തത്, അതിൻ്റെ പേപ്പറാണ്. ആൻഡ് നമ്മൾ ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ആവുന്ന സ്റ്റുഡൻസും ഉണ്ട്. ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിക്കുന്നത്. ജസ്റ്റ് നമ്മളെ മീൻസ് എന്തുകൊണ്ടാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള ഒരു റീസണും കൂടിയാണ് ഞാനിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിട്ട് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഈ കോഴ്സ് ഡീറ്റെയിൽസും അതിന് ശേഷമുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇത്രയും കേട്ടതിന് ശേഷം ഇപ്പം ആരെയും ജോയിൻ ചെയ്യാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അയ്യോ ഇത് ഡിഫിക്കൽട്ടാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് തീരെ പറ്റുന്നില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണ്ട. പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും മനുഷ്യ സഹജമായിട്ട് മനുഷ്യന് പറ്റാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ടൈം എടുക്കാം മതിയാവും. ഇല്ലെങ്കിൽ ചിലരൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ആയി പോകുന്നവരുണ്ട്. അങ്ങനെ ഇല്ലയെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാം ക്ലിയർ ആയി പെട്ടെന്ന് തന്നെ ആയ ആൾക്കാരുണ്ട്, കുറേ അറ്റംപ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണത്. അപ്പം ഇപ്പം ജോയിൻ ചെയ്ത് ഇപ്പം ഓൺഗോയിങ് ആയിട്ട് പോകുന്ന ഏതെങ്കിലും CS സ്റ്റുഡൻസിന് ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ പാസ്സാവുമെന്ന് തോന്നുന്നില്ല, ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് സ്വയം തീരെ തോന്നുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം, വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കാം, അതിന് ഞാൻ ഇതില്ല. പക്ഷേ ചുറ്റുള്ളവർക്ക് പലതും പറയാം. അവരെല്ലാം ഇയേഴ്സ് ഓഫ് എഫേർട്ട്, ഹാർഡ് വർക്ക് ഇതൊന്നും ഇട്ടിട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോയി എക്സാം ചെയ്ത് റിസൾട്ട് വരുന്ന വരെ മെൻ്റൽ പ്രഷറും വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പം സ്വന്തമായിട്ട് ഈ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത് സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക, ഡ്രോപ്പ് ചെയ്യണം എന്നുള്ളത്. അല്ലാണ്ട് ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഇതൊരിക്കലും ക്വിറ്റ് ചെയ്യരുത്. ഞാനെന്തായാലും അങ്ങനെ ക്വിറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ എനിക്കും നമുക്ക് ഏതൊരു മനുഷ്യനാണെങ്കിലും സഹിക്കുന്നതിലും നോക്കുന്നതിലൊക്കെ ഒരു പരിധി ഉണ്ടെന്ന് പറയില്ലേ, ആ ഒരു ലെവലിലെത്തുമ്പോൾ ഞാനും മിക്കവാറും പാസ്സായിട്ടില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാനും ചിലപ്പോൾ ഒഴിവായി പോയേക്കാം. എൻ്റെ സിറ്റുവേഷൻ ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നെ പോലെ ആണെന്നില്ല നിങ്ങളാരും. സോ ഇതൊക്കെയാണുള്ളത്. പിന്നെയെന്ന് പറയാൻ നമ്മൾ ബാക്കിയുള്ളവരോട് പറയാണ് പാസിങ് പെർസെൻറ്റേജ് ഒക്കെ നിങ്ങൾക്ക് ഈ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ ഒരു 5 to 7% ഒക്കെ പീപ്പിളായിരുന്നു പാസ്സാവുന്നത്. അതായത് 12 lakh+ സ്റ്റുഡൻസ് പെർസ്യൂ ചെയ്യുന്ന ഒരു കോഴ്സാണ് CA എന്ന് പറയുന്നത്. ഡേ ബൈ മീൻസ് ഓരോ പ്ലസ് ടു റിസൾട്ട് വരുമ്പോൾ, ഡിഗ്രി റിസൾട്ട് വരുമ്പോൾ ഒക്കെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇപ്പം ഒരു 15% റേഞ്ച് വരെ മാക്സിമം റിസൾട്ട് പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പിള്ളേർ എത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന ഒരു 15% പിള്ളേരെന്ന് പറയുമ്പോൾ എത്രയാണ് ആൾക്കാർ ഇന്ത്യ മൊത്തം എഴുതുന്നുണ്ട്, കുറേ പിള്ളേർ എഴുതുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിൽ കുറച്ച് പിള്ളേരാണ് പാസ്സാവുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു വാല്യുവേഷൻ്റെ കാര്യങ്ങളൊക്കെ 40%, 50%, നമുക്ക് ഓരോ മാർക്കും 2 മാർക്കിനൊക്കെയാണ് പോകുന്നത്. അധികം പിള്ളേർ എൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത്. ഓക്കെ, എന്നെ വെച്ച് മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വിലയിരുത്തേണ്ട ആവശ്യമില്ല. പൊതുവേ ഉള്ള കാര്യങ്ങളും CA സ്റ്റുഡൻസിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് സ്റ്റഡി ടിപ്സ് പോലെ പറയാനുള്ളത് ICAയുടെ മെറ്റീരിയൽസ് കവർ ചെയ്യുക. എന്തായാലും നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ക്ലാസ്സസും പോകുന്നുണ്ടെങ്കിലും അവിടുന്ന് കിട്ടുന്ന ബുക്സ് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ICAയുടെ മെറ്റീരിയൽസ് ബേസ് ചെയ്തിട്ടാണ് ICA ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അതെന്തായാലും കവർ ചെയ്യുക പഠിക്കുമ്പോൾ. പിന്നെ കുറേ ബുക്സ് ഒന്നും വേറെ വാരി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ICAയുടെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ഫോർ പ്രാക്ടീസ് ഉണ്ട്.
MTP ഉണ്ട്, RTP ഉണ്ട്, പിന്നെ സജസ്റ്റഡ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ സോഴ്സസും ICA തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം അതൊക്കെ കവർ ചെയ്ത് പഠിക്കാൻ നോക്കുക. പിന്നെ ടൈം ടേബിൾ ഉണ്ടാക്കുക. ജസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഉണ്ടാക്കി അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലെന്ന് വരാം. എന്നാലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ടൈം ടേബിൾ മാറ്റിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഒരു ചാർട്ട് പോലെ റൂമിൽ എവിടെയെങ്കിലും നോട്ടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പാകത്തില്ല ഒരു കാലണ്ടർ പോലെയൊക്കെ ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം അതിൽ മാർക്ക് ചെയ്ത് വെക്കുക ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ. എന്നിട്ട് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിസിബിൾ പോയിന്റിൽ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്യും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഓഡിയോ, നമ്മൾ ഫോണിൽ ഇപ്പം റെക്കോർഡിങ്ങിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നമുക്ക് തന്നെ ഡൗട്ട്സ് വരും, ഇതെന്താ അങ്ങനെ എന്നുള്ളത്. നമുക്ക് കൂടുതൽ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നൈറ്റ് വേണമെങ്കിൽ കേട്ട് റിവൈസ് ചെയ്തുകൊണ്ട് വെക്കാം. അങ്ങനെയാണ്. പിന്നെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക. അറിയാത്ത ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും. ഓക്കെ. പിന്നെ എഴുതി പഠിക്കുക, അത് വേറൊരു കാര്യം. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ടൈം മാനേജ്മെൻ്റ് ആണ്. ഞാനിപ്പോൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ ഓരോ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ പേപ്പേഴ്സും എനിക്ക് പാസ്സാവാൻ പറ്റുമെന്ന് മനസ്സിലായി. ഓരോ സബ്ജക്റ്റ് വൈസ് എനിക്ക് പാസ് മാർക്സ് വരുന്നുണ്ട്, പക്ഷേ അഗ്രിഗേറ്റ് വരുന്നില്ല. അപ്പം നമ്മൾ ടൈം മാനേജ്മെൻ്റ് ആണ് എൻ്റെ മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ 1 മണിക്കൂറൊക്കെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് പിന്നെ 2 മണിക്കൂറിൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യനും ഞാൻ എന്തൊക്കെയോ കളിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പം ഞാൻ എക്സാം എഴുതി നോക്കാത്തതിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം നമ്മളൊരു ടൈമർ വെച്ചിട്ട് 3 മണിക്കൂർ ടൈം ഫിക്സ് ചെയ്തിട്ട് ICAയുടെ സൈറ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എക്സാം എഴുതി നോക്കാനുള്ളത്. അങ്ങനെ എക്സാം എഴുതി നോക്കാൻ ഞാൻ ഇപ്രാവശ്യം വിചാരിക്കുന്ന ഒരു കാര്യമാണത്. അങ്ങനെ ചെയ്ത് നോക്കണം എന്നുള്ളത്. ഞാൻ ട്രൈ ചെയ്തില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണത്. അത് വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ പഠിക്കുമ്പോൾ ഇങ്ങനെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മാതിരി പഠിക്കുക. പിന്നെ അന്ന് പഠിക്കുന്ന കാര്യങ്ങളും ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ടൈം ടേബിളും എഴുതി വെക്കുക, ചെറിയ നോട്ട്സ് പോലെ. കീപ്പ് ഓൺ റിവൈസ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇതൊക്കെയാണ് സ്റ്റഡി റിലേറ്റഡ് നമുക്ക് മീൻസ് CA സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് പറയാനുള്ള കാര്യം. ഓക്കെ. എല്ലാവരും നല്ല ട്രൈ ചെയ്യുക, മാക്സിമം എഫേർട്ട് ഇടുക. പിന്നെന്താ, എല്ലാം മീൻസ് നമ്മൾ എഫേർട്ട് ഇട്ടാൽ ബാക്കി ICA വാല്യൂ ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മൾ വിചാരിച്ച് തന്നെ നടക്കണമെന്നില്ല. എന്നാലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പാസ്സാവും. നിങ്ങളുടെ ടൈമായാൽ നിങ്ങൾ എന്തായാലും CA ആവുന്നതാണ്. മാക്സിമം ട്രൈ ചെയ്തതിന് ശേഷം എഫേർട്ട് ഇട്ടതിന് ശേഷം മാത്രം, തീരെ പറ്റില്ലെങ്കിൽ മാത്രം ഈ ഒരു ഫീൽഡിൽ നിന്ന് പോവുക. മീൻസ് പോകണമെന്ന് ഞാൻ എന്തായാലും പറയത്തില്ല. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പോവാം. പക്ഷെ വേറെ ഒരാളും പറഞ്ഞു കേട്ടിട്ട് നിങ്ങളിത് ഡ്രോപ്പ് ചെയ്യരുത്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ കംപ്ലീറ്റ് വീഡിയോ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ചാനൽ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ വീഡിയോസ് കുറച്ച് കുറവായിരിക്കും. ഇനി എനിക്ക് എൻ്റെ സ്റ്റഡി മാറ്റേഴ്സൊക്കെ നോക്കണം. ഇപ്രാവശ്യത്തെ എക്സാം ഞാൻ പറഞ്ഞു ഫെയിലായിരുന്നു. അപ്പം ഞാൻ പാസ്സാവുമെന്ന് വിചാരിച്ച എക്സാം ആയിരുന്നെങ്കിൽ കൂടി ഞാൻ ഫെയിലായി പോയി. ഒന്നും നമ്മുടെ കയ്യിലില്ല. എന്തായാലും നമുക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വീണ്ടും ട്രൈ ചെയ്യുക, എക്സാം എഴുതുക, പാസ്സാവുക. അതൊക്കെ തന്നെയാണ് നമ്മളെ ഡ്രീമാണ് ഒരു CA എന്നുള്ള നമ്മൾ പ്രിഫിക്സ് ആയിട്ട് വെക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക. അപ്പം ഞാൻ ഇനിയിപ്പം എൻ്റെ സ്റ്റഡി റിലേറ്റഡ് മാറ്റേഴ്സിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്മോൾ ടോപ്പിക്സ് പറ്റുന്ന രീതിക്ക് ഞാൻ ഇടുന്നതാണ്. ഇല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇടുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് ഈ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ വ്യൂ ചെയ്യാവുന്നതാണ്. ആൻഡ് മലയാളികളായിട്ടുള്ള CA ഫ്രണ്ട്സിന് സ്റ്റുഡൻസിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി, കസിൻസ്, ഫ്രണ്ട്സ്, നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന പലരും ഉണ്ടാവും. അവർക്കൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്, ജസ്റ്റ് CA കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് എൻ്റെ അതർ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. സപ്പോർട്ട് ഈച്ച് അതർ. എല്ലാവരും സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുമ്പം വ്യൂ ചെയ്യുക, പഠിക്കുക, എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് ആ 3 മണിക്കൂർ എക്സാമിൽ നിങ്ങൾക്ക് പഠിച്ചതൊക്കെ എഴുതാൻ സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും CA ആവട്ടെ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ യു ദെൻ. ബൈ.